ഡിയർ ക്രിക്കറ്റ്, ഗിവ് മീ വൺ മോർ ചാൻസ്. ക്രിക്കറ്റിനോട് അയാൾ ചോദിച്ചു. താൻ അത്രയേറെ സ്നേഹിച്ച ക്രിക്കറ്റിന് അത് തിരിച്ചു നിൽക്കാതിരിക്കാനാവുമോ? ആ കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. കരുൺ നായരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ. ഇന്നലെ ഹർഷ ബോഗ്ലെ കമൻട്രി ബോക്സിലിരുന്ന് പറഞ്ഞത് ഹീസ് റീഡിങ് ബൂംറ ലൈക്ക് എ ബുക്ക് എന്നാണ്. ആ ഒറ്റ വാചകം മതി കരുണിൻ്റെ പ്രതിഭയെക്കുറിച്ച് പറയാൻ. ലോകത്തെ ഏറ്റവും മികച്ച ബോളേഴ്സിലെ ഒരാളെ പുസ്തകം മറിക്കുന്ന ലാഘവത്തിൽ കളിച്ചാണ് കരുൺ നായർ IPL അരങ്ങേറ്റം കുറിക്കുന്നത്. രഞ്ജി ട്രോഫിയിൽ 863 റൺസ് അടിച്ചപ്പോഴേ ഉറപ്പിച്ചിരുന്നു IPL അദ്ദേഹത്തിൻ്റെ പ്രകടനം മികച്ചതാവുമെന്ന്. അവസാനം ഡൽഹി ഒരു അവസരം നൽകി. ആ അവസരം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുകയായിരുന്നു കരുൺ നായർ. 40 പന്തിൽ 89 റൺ. ഡൽഹിയിലെ മുൻനിര മുഴുവൻ വീണപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രകടനമെന്നതും ശ്രദ്ധേയമാണ്. വിജയത്തിനരികെ 193 വരെ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. വഴിയിൽ ഇടറി വീണെങ്കിലും ഗംഭീര പ്രകടനം കൊണ്ട് അടിവരയിടുകയാണ് തൻ്റെ പ്രതിഭ വീണ്ടും കരുൺ നായർ. പണ്ട് ടെസ്റ്റിൽ 100 അടിച്ച അതേ ആവേശത്തോടെയാണ് അദ്ദേഹം ഇന്ന് ബാറ്റ് വീശുന്നത് കാണുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിലും IPL സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചാൽ അദ്ദേഹത്തിനായാൽ അദ്ദേഹത്തെ വീണ്ടും ഇന്ത്യൻ ജേഴ്സിയിൽ നമുക്ക് കാണാനാകും. കാത്തിരിക്കാം കരുൺ നായരുടെ മറ്റൊരു രംഗപ്രവേശത്തിനായി.